യഥാർത്ഥ യോശുവ എന്നുള്ള സബ് സ്കൂൾ പാഠപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകരെ ഏവർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ പങ്കുചേരുവാൻ പാസ്റ്റർമാരായ പാസ്റ്റർ രാജേഷ്, പാസ്റ്റർ ഡോണി മാത്യു അവർ നമ്മളോടൊപ്പം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. യഥാർത്ഥ യോശുവ എന്നുള്ളതായ ഈ പാഠത്തിൻ്റെ പ്രധാന മനഃപ്പാഠവാക്യം അത് 1 കൊരിന്ത്യർ 10:11. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഉള്ള 1 കൊരിന്ത്യർ 10:11 നമുക്കായി ഉപദേശത്തിന്, നമ്മളുടെ ആ ബുദ്ധി ഉപദേശത്തിന് ഇത് നൽകിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ വാക്യത്തെ കുറച്ചുകൂടെ വിപുലമായിട്ട് നല്ല രീതിയിൽ വ്യാഖ്യാനം ചെയ്യുവാൻ സാധിക്കുമോ? ഓക്കെ, പൗലോസ് അവിടെ എഴുതുമ്പോൾ പറയുകയാണ്, ഇത് നിങ്ങൾക്ക് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എന്താണ് ബുദ്ധി ഉപദേശം തന്നിരിക്കുന്നത് മനസ്സിലാക്കും. അത് അതിൻ്റെ മുകളിലത്തെ ചില വാക്യങ്ങൾ വായിക്കണം. അത് 7 മുതൽ വായിച്ചാൽ, ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്നെഴുതിയിരിക്കുന്ന പ്രകാരം. ഇതേത് സംഭവമാണ്? ഇത് മോശ പർവ്വതത്തിൽ നിന്ന് കൽപ്പലകയുമായി വന്നപ്പോൾ ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? മോശയെ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഹരോനെ നിർബന്ധിച്ച് ഞങ്ങളെ നടത്താൻ ഒരാളെ വേണം, ദൈവം വേണമെന്ന് പറഞ്ഞുകൊണ്ട് മോശയെ കൊണ്ട് ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കിച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ആരാധന നടത്തിയ സംഭവമാണ്. അന്നാട്ടാണ് അവർ ഉത്സവം പോലെ അതിനെ കാണുകയും ചരിത്രത്തിൽ ആദ്യമായിട്ട് ജനം കളിപ്പാൻ എഴുന്നേറ്റത്, കളികൾ തുടങ്ങിയതും ഈ വിഗ്രഹാരാധനയുടെ മുമ്പിലാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതൊക്കെ ഈ സംഭവിച്ചതൊക്കെ എഴുതി വച്ചിരിക്കുന്നത് ലോകാവസാനം അടുത്തിരിക്കുന്ന നമ്മൾക്ക് ബുദ്ധി ഉപദേശത്തിനാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അവർ ചെയ്തതുപോലെ വിഗ്രഹാരാധികളാകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചത് ബുദ്ധി ഉപദേശത്തിനായി നമുക്ക് എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ അവരുടെ ജീവിതത്തിലൂടെ നമ്മൾ പഠിക്കും. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ചെയ്തതായി, അവർക്ക് പറ്റിയതായ അബദ്ധങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റുകൾ നമ്മളെ വരച്ച് കാണിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് ബുദ്ധി ഉപദേശിക്കാനാണ്. എന്താണോ അവർക്ക് പറ്റിയ തെറ്റ് നമ്മളത് ആവർത്തിക്കരുത്. ഈ അന്ത്യകാലത്ത് ജീവിക്കുന്ന നമ്മൾ, കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന അന്ത്യസഭയുടെ, കർത്താവിൻ്റെ മണവാട്ടി സഭയെന്ന് പറയപ്പെടുന്ന നമ്മൾക്ക് അങ്ങനത്തെ തെറ്റ് പറ്റാതിരിക്കാൻ ബുദ്ധി ഉപദേശത്തിന് തന്നിരിക്കുന്നു. അത് നമ്മൾ ആ ബുദ്ധിയോടെ അതിനെ മനസ്സിലാക്കണം എന്നാണ് ഈ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ ഈ പാഠത്തിൽ വളരെ പ്രധാനമായിട്ട് ഒരു ടൈപ്പോളജി എന്നുള്ളൊരു പദം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈപ്പോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭാഗത്തിൽ നമുക്ക് കാരണം അധികം പരിചയിച്ച് പോകാത്ത ചില വാക്കുകളിലൂടെയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കേൾവിക്കാരായവർക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള ചില കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അതായത് ബിബ്ലിക്കൽ ടൈപ്പോളജി അല്ലെങ്കിൽ ബൈബിൾ പ്രതീകാത്മകതാ ശാസ്ത്രം എന്നാണ്. ഇതെന്താണ് എന്ന് പരിശോധിച്ചാൽ, പഴയ നിയമ പുസ്തകത്തിൽ കാണുന്ന ചില വസ്തുതകൾ, ചില സംഭവങ്ങൾ, ചില പ്രത്യേക സംഭവങ്ങൾ, ഇവയൊക്കെ പുതിയ നിയമത്തിൽ എന്ത് ചെയ്യുന്നു? നിഴലായി പഴയ നിയമത്തിലും അതിൻ്റെ പൊരുളായി പുതിയ നിയമത്തിലും കാണിക്കുകയാണ്. അത് ഒരുപക്ഷെ നമ്മെ ഒരു ക്ലാസ്സിലെ ഒരു അധ്യാപകൻ നന്നായി കാര്യങ്ങൾ തൻ്റെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടതിന് ചില മാതൃകകളെ ക്ലാസ്സിൽ കൊണ്ടുവന്ന് അത് ചൂണ്ടിക്കാട്ടി പഠിപ്പിക്കുന്നത് പോലെയാണ് ദൈവം ചെയ്യുന്നത്. സമാഗമന കൂടാരം ഭൂമിയിൽ ദൈവം സ്ഥാപിക്കുവാൻ ആവശ്യപ്പെട്ടു. അതിൻ്റെ ഒറിജിനൽ പതിപ്പ് സ്വർഗത്തിലുണ്ട്. അതൊരു പ്രതീകമായിരുന്നു, സ്വർഗീയമായതിൻ്റെ ഒരു പ്രതീകമായിരുന്നു ഭൂമിയിൽ ദൈവം സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ട സമാഗമന കൂടാരം. അപ്പോൾ ആ പ്രതീകാത്മശാസ്ത്രം പഠിക്കുക എന്നതിലൂടെ നടക്കുവാൻ പോകുന്ന ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തതയാണ് പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്നത്. അത് വാസ്തവത്തിൽ എന്താണ്? വ്യക്തികളെക്കുറിച്ചോ സംഭവങ്ങളെക്കുറിച്ചോ സ്ഥാപനങ്ങളെക്കുറിച്ചോ ചില പ്രത്യേക കാര്യാദികളെക്കുറിച്ചോ ഒക്കെയുള്ള വിവരണം പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ നിവൃത്തി, ഇതൊരു നിഴലാണ്. ഇതിൻ്റെ പൊരുളായി നമുക്ക് പിന്നീട് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന പലതും വരുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കൂടാരത്തിൽ നാം ആടുകളെ ബലി കഴിപ്പിക്കുന്നു.
ആ ആട് വാസ്തവത്തിൽ ഒരു നിഴലാണ്. ആരുടെ പൊരുളാണ്? അത് യേശു ക്രിസ്തുവിൻ്റെ പൊരുളാണ്. പൊരുളായ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച ആ നിമിഷം നിഴലായ ശുശ്രൂഷയുടെ അർത്ഥം അതോടുകൂടി മാറ്റപ്പെടുകയാണ്. പിന്നെ അതിനൊരു പ്രസക്തി ഇല്ലാണ്ടായിത്തീരുകയാണ്. അപ്പോൾ അത് നിഴലിനെ കുറിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് പൊരുൾ കടന്നു വരുമ്പോൾ ആ പൊരുൾ ബോധ്യപ്പെടുവാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ നമ്മെ കൂടുതൽ വ്യക്തമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാനാണ് ആ നിഴലായ ശുശ്രൂഷകളെ പഴയ നിയമ പുസ്തകത്തിൽ ദൈവം സ്ഥാപിച്ചത്. പൊരുളായത് വരുമ്പോൾ ആ നിഴലിനെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ട് അതിനെ മനസ്സിലാക്കി അതിൻ്റെ പ്രാധാന്യത്തെയും ഉദ്ദേശത്തെയും ഒക്കെ തിരിച്ചറിഞ്ഞ് കൃത്യമായി ചെയ്യുവാൻ. ഉദാഹരണമായിട്ട് ഇവിടെ കാണിക്കുന്ന ഒരു ഭാഗം ദാവീദിനെ കുറിച്ചാണ്. 22-ാം സങ്കീർത്തനം ദാവീദിനെ കുറിച്ച് പറയുന്നത്. ദാവീദ് ക്രൂശിൽ യേശുക്രിസ്തു നേരിടുന്ന പ്രയാസങ്ങളെക്കുറിച്ച് 22-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്. ആ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ യേശു മരിക്കുന്നതിനും 1000 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഒരു സങ്കീർത്തനം. ക്രൂശീകരണം എന്ന ശിക്ഷാരീതി അന്ന് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സമയം. ആ സമയത്ത് സങ്കീർത്തനക്കാരനായി ദാവീദ് അപ്രകാരം എഴുതണമെങ്കിൽ അത് മറ്റാരെക്കുറിച്ചോ പറഞ്ഞിരിക്കുകയാണ്. അത് പിന്നീട് പുതിയ ദാവീദായി യെശയ്യാവിൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 5-6 വാക്യങ്ങളിൽ യേശുവിനെ തന്നെ അവതരിപ്പിക്കുന്നു. പിന്നീട് യോഹന്നാൻ 19-ാം അധ്യായത്തിൽ എന്ത് ചെയ്യുന്നു? ക്രൂശിക്കപ്പെടുന്ന യേശു ക്രിസ്തുവിനെ കാണുന്നു. ആ ക്രൂശിൽ കിടന്ന് പ്രയാസം നേരിടുന്ന യേശു ക്രിസ്തുവിനെ കാണുകയും ആ ദാവീദിനെ പഴയ നിയമ കാലഘട്ടങ്ങളിൽ ആ സങ്കീർത്തനങ്ങളിലൂടെ വിവരിച്ച അതേ സങ്കീർത്തനക്കാരൻ തന്നെ അതിൻ്റെ പൊരുൾ എന്താണെന്ന് ക്രിസ്തുവിലൂടെ ലോകത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ഈ ആയിട്ടുള്ള ശാസ്ത്രപരമായ അടിസ്ഥാനത്തിൽ തന്നെ ദാവീദ് പഴയ നിയമത്തിൽ, ദാവീദ് പുതിയ നിയമത്തിൽ, ഇത് യെശയ്യാ പ്രവാചകൻ്റെ വാക്കുകളിലൂടെ ഇത് എങ്ങനെയാണ് ഈ ടൈപ്പോളജിയെ കുറിച്ച് ഇവിടെ വിവരിക്കുന്നതെന്ന് പറയുക. ഓക്കെ, നമുക്കത് യെശയ്യാ പ്രവചനം 9-ാമത്തെ അധ്യായം നമുക്കൊന്ന് പരിശോധിക്കാം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യം എന്താണ് പറയുന്നത് നോക്കാം. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ തീക്ക് ഇരയായിത്തീരും. എന്നിട്ട് പറയാണ്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അപ്പോൾ നേരത്തെ രാജ്യഭരണം നടത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇസ്രയേലിന് നായകസ്ഥാനത്ത് അല്ലെങ്കിൽ അവരെ രക്ഷയിലേക്ക് നടത്തുവാൻ അവർക്കുണ്ടായിരുന്ന ഭൗതിക രാജാവ് ദാവീദാണെങ്കിൽ യേശുക്രിസ്തു എന്ന പുതിയ രാജാവിനെ കുറിച്ചാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. നല്ലൊരു ആശയമാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച നമ്മൾ തുടരുന്നതാണ്. മാന്യപ്രേക്ഷകരെ എങ്ങും പോകരുത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച ഞങ്ങൾ തുടരുന്നു. യഥാർത്ഥ യോശുവ എന്നുള്ളതായ സബത്ത് സ്കൂൾ പാഠപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകരെ ഏവർക്കും വീണ്ടും സ്വാഗതം. ഇവിടെ നമ്മൾ യോശുവയെക്കുറിച്ചുള്ള പ്രതീകാത്മകമായ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിശേഷിച്ച് നമ്മൾ നോക്കുമ്പോൾ പഴയ നിയമത്തിൽ 3 ഭാഗങ്ങളായിട്ട് ഇതിവിടെ തരംതിരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് കുറച്ച് വിശദ വിവരമായിട്ട് അതിനെക്കുറിച്ച് വിവരിക്കാനായിട്ട് സാധിക്കുമോ? അത് നമ്മൾ ഈ തിങ്കളാഴ്ചത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ നിഴലും പൊരുളും വേർതിരിച്ച് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 3 തരത്തിലാണ്. അതായത് ഇസ്രായേലിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ പുറപ്പാടുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ സമാഗമന കൂടാരവുമായിട്ട് ബന്ധപ്പെട്ട് ഈ 3 വസ്തുതകളുമായി ബന്ധപ്പെടുത്തി 3 തരത്തിലുള്ള ആശയങ്ങളെ ബൈബിൾ എഴുത്തുകാർ എന്ത് ചെയ്യുന്നു? നമ്മെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ എന്തൊക്കെയാണ് ഈ 3 ആശയങ്ങൾ? ഒന്ന്, ക്രിസ്റ്റോളജിക്കൽ ഫേസ് എന്ന് പറയും. ക്രിസ്റ്റോളജിക്കൽ, എക്ലീസിയോളജിക്കൽ, എസ്കറ്റോളജിക്കൽ. അതെ, ഇത് 3 മലയാളത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിനെ കുറിക്കുന്ന ശാസ്ത്രം ക്രിസ്റ്റോളജിക്കൽ, എക്ലീസിയോളജിക്കൽ സഭയെ സംബന്ധിക്കുന്ന ശാസ്ത്രം, എസ്കറ്റോളജിക്കൽ അന്ത്യകാലത്തെ സംബന്ധിക്കുന്ന ശാസ്ത്രം. ഈ 3 ശാസ്ത്രങ്ങളെയും ഇസ്രായേലിൻ്റെ 3 പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളുമായിട്ട് കൂട്ടിച്ചേർത്തിരിക്കുന്നു. അത് ഇസ്രായേലുമായിട്ട് ആദ്യം, പിന്നെ ശേഷം പുറപ്പാടുമായിട്ട്, മൂന്നാമത് സമാഗമന കൂടാരവുമായിട്ട്. എന്തൊക്കെയാണെന്ന് നമ്മൾ വേഗത്തിൽ ചിന്തിച്ചാൽ, ഇസ്രായേലിൻ്റെ ബന്ധത്തിൽ ഒന്ന് ക്രിസ്റ്റോളജിക്കൽ, ക്രിസ്തുവിനെ കുറിക്കുന്ന ശാസ്ത്രത്തിൽ യേശുവിനെക്കുറിച്ച് മത്തായി 2:15 യേശു ക്രിസ്തുവിനെ മിസ്രൈമിൽ നിന്നും ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് യേശുവിനെ കുറിക്കുന്ന ഒരു പ്രയോഗമാണ് അവിടെ കാണുന്നത്. മെസ്സിയാനിക്
സ്റ്റഡീസ്. അതെ, അതായത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ആശയത്തെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെടുത്തി ബൈബിൾ എഴുത്തുകാർ ഉപയോഗിച്ചിരിക്കുന്നു. വളരെ ആഴമേറിയ ഒരു ആശയശാസ്ത്രമാണത്. പിന്നെ അത് എങ്ങനെയാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്? സഭയുമായിട്ടുള്ള ആ ഒരു ശാസ്ത്രത്തെ, ആ ഒരു ഇസ്രായേലിൻ്റെ ബന്ധം എങ്ങനെയാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചാൽ, പ്രമാണം ഗലാത്യർ 6:16 പ്രമാണം അനുസരിക്കുന്നവർക്കും അത് പ്രമാണിക്കുന്ന ഏവർക്കും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. അപ്പോൾ സഭയുമായുള്ള ബന്ധത്തിലും ദൈവത്തെ അനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളെ പിൻപറ്റുന്നവർക്ക് ഈ സകല നന്മയും കരുണയും അനുഭവിക്കുവാൻ സഭയായി സാധിക്കും. ഒരു കുടുംബമായി, സഭയെന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ്, സഭയായി വ്യക്തികൾക്കായിട്ട് സാധിക്കും. അതിൻ്റെ അന്ത്യകാല ശാസ്ത്രം എന്താണ് എന്ന് പരിശോധിച്ചാൽ, വെളിപ്പാട് പുസ്തകം 7 അതിന് 4 മുതൽ 8 വരെ വായിക്കുമ്പോൾ ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 വീതം, ഓരോ ഗോത്ര. അപ്പോൾ ദൈവത്തെ, ക്രിസ്തുവിനെ മിസ്രയീമിൽ നിന്ന് വിളിച്ചു വേർതിരിക്കുന്നു, ക്രിസ്തു അപ്രകാരം കടന്നു വരുന്നു, വീണ്ടും അത് അനുസരിക്കുന്നവർക്ക് സഭാപരമായ ഒരു കൃപയും അനുഗ്രഹവും ലഭിക്കുന്നു. മൂന്നാമതായിട്ട്, അപ്രകാരം ജീവിച്ചു പോകുന്നവരെ ദൈവം തന്നെ ദൈവത്തിൻ്റെ ആ ഒരു ഗോത്രത്തിൽ, ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി ചേരുവാനുള്ളവരുടെ കൂട്ടത്തിൽ അപ്രകാരമുള്ള വ്യക്തികളെ എണ്ണുവാൻ തക്കവണ്ണവും ഇടയാക്കിത്തീരുന്നു. അപ്പോൾ ഓരോന്നിനും ഓരോ ഭാഗമുള്ളതായിട്ട് കാണുന്നു. അത് തന്നെ പുറപ്പാടിൻ്റെ ആ ഒരു ആശയത്തിലും ആവർത്തിക്കുന്നു. സമാഗമന കൂടാര ശുശ്രൂഷയുടെ ബന്ധത്തിലും അത് ആവർത്തിക്കുന്നു. വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് ക്രിസ്റ്റോളജിക്കൽ പരമായിട്ട് പറയുമ്പോൾ, സഭാപരമായിട്ട് എന്താണ്? നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്, നിങ്ങൾ ഓർക്കണം. അപ്പോൾ നമ്മുടെ ശരീരം തന്നെ സഭാപരമായി അതിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു. എസ്കറ്റോളജിക്കൽ പരമായിട്ട് എന്താ പറയുന്നത്? ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അപ്പോൾ ഈ 3 ആശയങ്ങളും 3 വ്യത്യസ്ത ചിന്താഗതികളിലൂടെ കൊണ്ടുപോകുമ്പോൾ തന്നെയും അത് എപ്രകാരമാണ് കൂട്ടി ഇണക്കിയിരിക്കുന്നത്, നിഴലും പൊരുളും എപ്രകാരമാണ് ഏറ്റവും ഭംഗിയായിട്ട് ഒത്തുപോകുന്നതെന്ന് പരിശോധിച്ചാൽ നമ്മളെല്ലാവരും ശരിക്കും അതിശയിച്ചു പോകും. ദൈവം എത്ര ഭംഗിയായിട്ടാണ് കാര്യങ്ങളെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു ലാഗിങ് വരുന്നില്ല, നമുക്ക് കൃത്യമായിട്ട് പഠിപ്പാൻ മനസ്സ് വെച്ചാൽ. വളരെയധികം ഒരു പാണ്ഡിത്യപരമായ ഒരു വിദഗ്ധമായ രീതിയിൽ പഠിക്കേണ്ടതായ ഒരു വിഷയമാണ്. ഇസ്രായേൽ ജനങ്ങളെക്കുറിച്ച് അവിടെ നോക്കുമ്പോഴും പുറപ്പാട് എന്നുള്ളതായ വിഷയത്തെക്കുറിച്ച് ആസ്പദമാക്കി നമ്മൾ നോക്കുമ്പോഴും, അതുപോലെ തന്നെ നമ്മൾ തുടർന്ന് നമ്മൾ എസ്കറ്റോളജിക്കൽ, അതായത് എക്സിയോളജിക്കൽ, ക്രിസ്റ്റോളജിക്കൽ എന്നുള്ള ഈ ഒരു വിഷയങ്ങളെക്കുറിച്ചെല്ലാം സമാഗമന കൂടാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോഴും അതിന് ഓരോന്നിനും വ്യത്യസ്തമായ നിഴലും പൊരുളും അത് ഉള്ള വിവരണവും അതിൽ ഉണ്ടായിരിക്കുന്നതായിട്ട് നമുക്ക് കാണും. ഇതില് 3 കാര്യവും നോക്കിയാലും കർത്താവായ യേശുക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ചെയ്യാൻ പോകുന്ന ശുശ്രൂഷകളെയാണ് ഇത് 3ലും കാണിച്ചിരിക്കുന്നത്. സമാഗമന കൂടാര ശുശ്രൂഷ എടുത്താൽ കൃത്യമായും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷയും സ്വർഗീയ മന്ദിരത്തിലെ ശുശ്രൂഷയും തിരികെ വരാൻ പോകുന്ന ശുശ്രൂഷയും അവിടെ കൃത്യമായി എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അന്ത്യകാല സംഭവങ്ങളായിട്ട് ബന്ധപ്പെടുത്തി ഇതിനെയും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാം കേന്ദ്രം യേശുക്രിസ്തു. നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത് കർത്താവായ യേശുക്രിസ്തു നമ്മളെ എപ്രകാരമാണ് ആ പാപബന്ധനത്തിൽ നിന്ന് നമ്മളെ മോചിക്കുന്നത്, നമ്മളെ വീണ്ടെടുക്കുന്നത്, നമ്മളെ ആ സ്വർഗീയ ദേശത്തേക്ക് എത്തിക്കുന്നതെന്നുള്ള ആ ഒരു ഇതാണ് നാം കാണുന്നത്. വളരെ വളരെ ഗാഢമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു വിഷയം കൂടിയാണ്. നമ്മൾ ഒരുപാട് ഈ ടൈപ്പോളജിക്കൽ പ്രതീകാത്മകമായ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. മോശയെയും അതുപോലെ തന്നെ അവിടെ യോശുവയോടും താരതമ്യം ചെയ്യുന്ന ഒരു പഠനമുണ്ട്. അതിനെക്കുറിച്ച് ചുരുക്കമായിട്ട് പറയാൻ പറ്റുമോ? നമ്മൾ നോക്കുമ്പോൾ മോശയുടെ ശേഷം യോശുവയെ വിളിക്കുകയാണ്. യോശുവയ്ക്ക് പുതിയ യോശുവ എന്നുകൂടി പേര് പറയുന്നുണ്ട്. വേറെ ഒരു അർത്ഥത്തിൽ വരുമ്പോൾ പുതിയ മോശ എന്ന് യോശുവയ്ക്ക് പേരിടുന്നുണ്ട്. വേറൊരിടത്ത് വരുമ്പോൾ യോശുവയുടെ പേരിനെ കൃത്യമായി എഴുതിയിട്ട് യേശു എന്ന് വരത്തക്ക വിധത്തിലും അതിനെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം മോശ യേശുവിൻ്റെ പ്രതിരൂപമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് മോശയെ വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടതുപോലെ കർത്താവായ യേശുക്രിസ്തു വെള്ളത്തിൽ സ്നാനമേറ്റു. അതുപോലെ മോശ 40 വർഷം മരുഭൂമിയിൽ പോയതുപോലെ കർത്താവ് യേശുക്രിസ്തു 40 ദിവസം മരുഭൂമിയിൽ ഉപവാസത്തിൽ പോയിരുന്നു. ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ മോശയുമായിട്ട് മോശ യേശുവിൻ്റെ നിഴലായിരുന്നു എന്നോടെ പറയുന്നുണ്ട്. യോശുവയുടെ കാര്യം എടുക്കുമ്പോഴും യോശുവയും എന്ത് ചെയ്തു? യോർദാനിൽ കൂടി കടന്നുപോയി. അത് യേശുവിൻ്റെ സ്നാനത്തിന് തുല്യമാണെന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി മോശയും യോശുവും തമ്മിലുള്ള താരമെടുത്ത് നോക്കിയാൽ രണ്ടുപേരെയും ദൈവം വിളിച്ചു. മോശയ്ക്ക് ചെങ്കടൽ ഇസ്രായേലിനെ കടത്താനിടയായി, യോശുവയ്ക്ക് യോർദാൻ
മുറിച്ച് കടക്കുവാൻ ഇടയായി. രണ്ടുപേരും നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് കളയുക എന്ന് രണ്ടുപേരോടും പറഞ്ഞു. രണ്ടുപേരോടും ഈ പരിച്ഛേദന ചെയ്യുന്ന കാര്യത്തിൽ ദൈവം ആവശ്യപ്പെട്ടു. പെസഹ ആചരിക്കുന്ന കാര്യത്തിൽ രണ്ടുപേരോടും ദൈവം ആവശ്യപ്പെട്ടു. മോശയുടെ സമയത്ത് മന്ന ലഭ്യമായെങ്കിൽ യോശുവയുടെ സമയത്ത് മന്ന നിർത്തലാക്കപ്പെട്ടു. ഇങ്ങനെ നോക്കുമ്പോൾ യോശുവയും മോശയും തമ്മിൽ അനേകം നിഴലുകൾ താരതമ്യം നമുക്ക് കാണാൻ കഴിയും. അത് യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നല്ലൊരു ചർച്ചയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച നമ്മൾ തുടരുന്നതായിരിക്കും. മാന്യപ്രേക്ഷകരെ, ആരും എങ്ങും പോകരുത്. ഈ ചർച്ച ഞങ്ങൾ തുടരുന്നു. പുതിയ യോശുവ എന്നുള്ള പാഠപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകരെ ഏവർക്കും സ്വാഗതം. ഇവിടെ പുതിയ യോശുവയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. യോശുവ കുറിച്ച് നമ്മൾ പ്രതീകാത്മകമായ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. യോശുവ പുതിയ ഒരു മോശ എന്നുള്ള ഒരിതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വേദപുസ്തകം, അത് പുതിയ നിയമം ത്തിലൂടെ നമ്മൾ അത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഫൈനലായിട്ട്, അവസാനമായിട്ട് യേശുക്രിസ്തുവിനെ തന്നെയാണ് ഈ പ്രതീകാത്മകമായി യോശുവയെ സൂചിപ്പിക്കുന്നതെന്ന് നാം കാണുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമുക്ക് പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 1-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് പരിശോധിക്കാം. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. 3 വായിച്ചാൽ, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തിക്ക് ജീവനും ഭക്തിക്കും വേണ്ടത് ഒക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദാനങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അപ്പോൾ ഇത് യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ യേശുക്രിസ്തുവിനെ ആണെന്ന് പറയുമ്പോൾ തന്നെ പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിന് പകരമായിട്ട്, അല്ലെങ്കിൽ യേശുക്രിസ്തു ചെയ്യേണ്ട കാര്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നിഴലായി ചെയ്ത ആളുകളുണ്ട്. അത് നമ്മൾ ഓരോ കഥാപാത്രത്തെ എടുത്താലും അതെല്ലാം യേശുക്രിസ്തുവിൻ്റെ നിഴലായി കാണും. അത് മോശ എടുത്താലും യോശുവ എടുത്താലും അങ്ങനെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതുതന്നെയാണ് പുതിയ നിയമത്തിൽ അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു വാക്യം കൂടെ വായിച്ചാൽ അതിന് കുറച്ചുകൂടി വ്യക്തത വരും. കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിലും, കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, അതും ഇങ്ങനെയാണ് പറയുന്നത്. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പോൾ നിങ്ങളുടെ ജീവൻ എന്നിവിടെ പറയുമ്പോൾ മരിച്ചുപോയ മോശയുടെ ജീവനും എവിടെ മറിഞ്ഞിരിക്കുകയാണ്? ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്തു വെളിപ്പെടുമ്പോൾ മോശയും വെളിപ്പെടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പ്രതീകാത്മകമായിട്ട് യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന അനേകം കഥാപാത്രങ്ങൾ പഴയ നിയമത്തിലുണ്ട്. പുതിയ നിയമത്തിലും അതിനെ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു. മോശയെക്കുറിച്ചും യോശുവയെക്കുറിച്ചും ഒക്കെ യേശുവിൻ്റെ നിഴലായിരുന്നു എന്നുള്ളത് പുതിയ നിയമം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതാണ് ഈ ഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. യോശുവയുടെ അന്തിമമായ ഒരു നിറവേറൽ, പ്രതീകാത്മകമായ ഒരു നിറവേറലിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? യോശുവ, നമുക്ക് ആ പേര് തന്നെ എടുത്താൽ അറിയാം. ഹീബ്രു റൂട്ട് വേർഡ് യേശു ക്രിസ്തുവിൻ്റെ അതേ പേര് തന്നെയാണ് യോശുവയ്ക്കും പോയി നിൽക്കുന്നത്. അപ്പോൾ അത് ആ പേരിൽ മാത്രമല്ല ആ സാമ്യം. യേശുവിൻ്റെ ശുശ്രൂഷകളൊക്കെ പരിശോധിച്ചാൽ യോശുവയുടെ ശുശ്രൂഷകളുമായിട്ട് വളരെ അടുത്ത സാമ്യം കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ യോശുവ ആക്ച്വലി ഒരു ടൈപ്പ് ഓഫ് ക്രൈസ്റ്റാണ്. യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രതീകം തന്നെയായിരുന്നു. ആ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകളൊക്കെ തന്നെ യോശുവയുടെ ശുശ്രൂഷയുമായിട്ട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ സാധിച്ചാൽ യോശുവയുടെ കാലത്തും ജനങ്ങൾക്ക് ദൈവം യോശുവയിലൂടെ അവസരം കൊടുത്തതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നവർക്കും ധാരാളം അവസരങ്ങളെ കർത്താവ് കൊടുത്തു. യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെ അറിയേണ്ടതുപോലെ മനസ്സിലാക്കേണ്ടതുപോലെ ജനങ്ങളൊന്നും മനസ്സിലാക്കിയില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു പരാജയം കാണുന്നത് എന്തിനാണ് യോശുവയെ ഒരു ടൈപ്പ് ഓഫ് ക്രൈസ്റ്റായി ദൈവത്തിന് മുൻപാകെ ദൈവം മുന്നമേ അവതരിപ്പിച്ചത്? കാരണം പ്രതീകമായവൻ അല്ലെങ്കിൽ പൊരുളായവൻ വരുമ്പോൾ നിഴലായവനെ കണ്ട് പഠിച്ചതിനാൽ പൊരുളായവനെ സ്വീകരിക്കണം.
മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കണം. അതായിരുന്നു ദൈവത്തിൻ്റെ വലിയൊരു ലക്ഷ്യവും ഉദ്ദേശവും. പക്ഷേ യോശുവയെ മുന്നമേ കൂട്ടി നൽകിയതിലൂടെ അവനെ പഠിച്ച് യഥാർത്ഥ യോശുവയായ യേശുക്രിസ്തു വരുമ്പോൾ മടി കൂടാതെ സംശയം കൂടാതെ യേശുവിനെ സ്വീകരിച്ച് ആ ദൗത്യത്തിൽ പിൻപറ്റുന്നതിന് പകരം യേശുവിനെ അവർ സ്വീകരിച്ചില്ല. അപ്പോൾ ശരിക്കും ആ ദൗത്യം അവർ തീർച്ചയായും യേശുവിനെ സ്വീകരിക്കേണ്ടതിന് ദൈവത്തിന് ചെയ്യാവുന്നതൊക്കെ ദൈവം ചെയ്തു. എന്നിട്ടും ജനങ്ങൾ ഒടുവിൽ യേശുവിനെ തള്ളിക്കളയുന്നു. അത് വലിയൊരു ഒരു പരാജയമായിട്ട് ദൈവത്തിന് ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടും മനുഷ്യർ എന്തുകൊണ്ടോ അവരുടെ താൽക്കാലിക ഭോഗങ്ങളിൽ അവർ തങ്ങളെ തന്നെ ഏൽപ്പിച്ച് പൊരുളായവൻ വന്നപ്പോൾ നിഴലായവനെ പഠിച്ചു, അവനെ പിൻപറ്റി, അവനെ അനുസരിച്ചു, അവനെ മനസ്സിലാക്കി. പക്ഷെ പൊരുളായവൻ വന്നപ്പോൾ ആ പൊരുളിന് അവർ യാതൊരു വിലയും കൊടുത്തില്ല. അവരതിനെ തള്ളിക്കളയുന്നു. അതായത് നിഴലിനെ പൊരുളിൻ്റെ നിഴലാണെന്ന് അവർ വിചാരിച്ചില്ല. ആ നിഴലിനെ പൊരുൾ പോയിട്ട് അവർ കരുതിപ്പോയി ആ കാലത്തിൽ. അതാണ് അവർക്ക് പറ്റിയ അബദ്ധം. നമ്മൾ ഇസ്രായേൽ ജനങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിൽ നിന്ന് അവർ ഓരോ പ്രദേശങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴെല്ലാം പല സ്ഥലങ്ങളിലും അവർ പാളയമടിച്ചു. അപ്പം പാളയമടിക്കുന്ന പ്രദേശം പലരും അവിടെ താമസിക്കുമ്പോൾ അവർക്ക് എന്താണ്, മിസ്രൈമിനേക്കാളും ഈ സ്ഥലം അവർക്ക് വളരെ കംഫർട്ടബിളായിട്ട് അത് താമസിക്കാൻ വളരെയധികം അവർക്ക് അനുകൂലപരമായുള്ള ഒരു അവസ്ഥകളുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ തന്നെ അങ്ങ് താമസിക്കാം, അങ്ങ് ആ വാഗ്ദത്ത ദേശത്തൊന്നും പോകേണ്ട പോലും ആവശ്യമില്ല, ഇവിടെ തന്നെ നമുക്കങ്ങ് താമസിക്കാം. അപ്പം നമ്മൾ ആയിരിക്കുന്നതായ പ്രദേശങ്ങളിൽ, നമ്മൾ വസിക്കുന്നതായ വീടുകൾ, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്നതായ സ്ഥലങ്ങൾ, ഇത് എനിക്ക് പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്, ഇനി എനിക്ക് മുന്നോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നതായ കാണുന്നു. നമുക്ക് എന്തു ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പാസ്റ്റർ രാജേഷുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ദൈവം വലിയൊരു വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. അത് നിത്യമായ രാജ്യത്തിൻ്റെ അവകാശമാണ്. ഞങ്ങളുടെ ലക്ഷ്യം ആ രാജ്യം മാത്രമായിരിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. നിഴലും പൊരുളും എന്തെന്ന് തിരിച്ചറിഞ്ഞ് ആ പൊരുളായതിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ കർത്താവ് ഇടയാക്കണം, ശക്തിപ്പെടുത്തണം. കേൾവിക്കാരായവരെ ദൈവം അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ഇത്രയും നേരം സ്റ്റുഡിയോയിൽ കടന്നു വന്നു നല്ല ആശയങ്ങൾ പങ്കുവച്ച ദൈവദാസന്മാർക്ക് പ്രത്യേകമായ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നന്ദി സാർ, താങ്ക് യു. മാന്യപ്രേക്ഷകരെ, നാം എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പാഠപഠനമാണ് ഇവിടെ കേട്ടത്. നിഴലും പൊരുളും, കർത്താവായ യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതായ നിഴലായ അനേക കഥാപാത്രങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. കൂടുതലായിട്ട് നിങ്ങൾ ആരാഞ്ഞ് പഠിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.